നമസ്കാരം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ച SFI പ്രവർത്തകരുടെ ഭാവി എന്താകും? സെക്ഷൻ 124 എന്ന IPC വകുപ്പ് അവരിൽ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ സെക്ഷൻ 124 നിലനിൽക്കുമോ ഇല്ലയോ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും സംസ്ഥാന ഗവർണർക്കെതിരെ ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ ആക്രമണം നടന്ന സ്ഥിതിക്ക് ആ കാര്യത്തിൽ ശക്തമായ അല്ലെങ്കിൽ ഇത്തരം ഒരു കുറ്റകൃത്യം പ്രതികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ആവശ്യമാണ്. പക്ഷെ പ്രതികൾ SFIക്കാരായതുകൊണ്ട് തന്നെ ഭരിക്കുന്നത് CPIM ആയതുകൊണ്ടും പ്രതികളെ ഏതു വിധേനയും കയറൂരി വിടാനുള്ള ഒരു ശ്രമമായിരിക്കും നടക്കുക. അതിന് പ്രോസിക്യൂഷനെ ദുർബലപ്പെടുത്തണമെങ്കിൽ ദുർബലപ്പെടുത്തും. അതിന് സർക്കാരിനോ CPIMനോ യാതൊരു മടിയുമില്ല. മുൻകാലങ്ങളിൽ നമ്മളത് കണ്ടിട്ടുമുള്ളതാണ്. ഈ കേസിലും അതേ കാര്യം തന്നെയാണ് നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. കോടതിയിൽ ഈ കുട്ടികളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട വാദം ഇന്ന് പൂർത്തിയായതാണ്. ആ വാദത്തിൽ പ്രോസിക്യൂഷൻ വാദം ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഇവർ ചെയ്തത്, SFI പ്രവർത്തകർ ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞിരുന്ന പ്രോസിക്യൂഷൻ ഇന്ന് നിലപാട് മയപ്പെടുത്തുന്നതാണ്. അതായത് സെക്ഷൻ 124 എന്നത് ഈ കേസിൽ ബാധകമാണോ എന്ന് പ്രോസിക്യൂഷന് സംശയമുണ്ട്. ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയ ചില നിയമനങ്ങൾ കാരണമാണ് പ്രതിഷേധമുണ്ടായത്. അതുകൊണ്ട് തന്നെ നിയമനം നടന്നതിന് ശേഷമാണ് പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും നടപടികൾ നടക്കുന്നതിന് മുന്നേ ആണ് ഗവർണറെ തടസ്സപ്പെടുത്തിയാൽ മാത്രമേ 124 വരികയുള്ളൂ എന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ വാദിക്കുന്നത്. മാത്രമല്ല, ഗവർണറുടെ ഈ യാത്ര അത് ഔദ്യോഗിക യാത്രയാണെങ്കിൽ മാത്രമേ 124 ബാധകമാവുകയുള്ളൂ എന്നും പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ വിചിത്രവാദം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം പ്രതിഭാഗം വക്കീലും പറയുന്നു, ഗവർണർക്ക് അല്ലെങ്കിൽ ഗവർണറുടെ വാഹനത്തിന് എത്ര രൂപയുടെ കേടുപാട് വന്നാലും അത് കെട്ടിവയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. പക്ഷേ ഈ വിചിത്രവാദങ്ങളൊന്നും കോടതി അംഗീകരിച്ചതായി കാണുന്നില്ല. കോടതി വിധി പറയാനായി മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിലും കോടതിയുടെ പരാമർശം നൽകുന്ന സൂചന 124 ഇതിൽ ബാധകമായിരിക്കും എന്ന് തന്നെയാണ്. അതായത് നിങ്ങൾ തുക കെട്ടിവെച്ചത് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന പരാമർശത്തോടു കൂടിയാണ് വിധി പറയാനായി കേസ് നാളത്തേക്ക് കോടതി മാറ്റിയിരിക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഒരു കൈ സഹായം ഈ SFI ക്രിമിനലുകൾക്കുണ്ട് എന്ന കാര്യത്തിൽ ഇന്നത്തെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം കേട്ടാൽ ആർക്കും മനസ്സിലാകും. പക്ഷേ കോടതി അത് മുഖവിലയ്ക്കെടുത്ത മട്ടില്ല. എന്തായാലും 124 ബാധകമാക്കിയാൽ സഖാക്കൾക്ക് 7 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കാം. അതുപോലെ തന്നെ പിഴ ശിക്ഷ ലഭിച്ചേക്കാം. അതോടൊപ്പം ഈ സഖാക്കൾക്ക് 7 സഖാക്കളാണ് ഇപ്പോഴകത്തുള്ളത്. 7 കുട്ടി സഖാക്കൾക്കും സർക്കാർ ജോലി ഇനി സ്വപ്നം കാണുകയേ വേണ്ട. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.